അടുത്ത വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഭൂമിയിൽ ഒരു പിരമിഡ് ആക്സിഡന്റലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പിരമിഡ് നമ്മുടെ ഗ്രേറ്റ് പിരമിഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആനയും ചേനയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത്ര മാസീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അവർ കണ്ടുപിടിച്ചത്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് മിക്കവാറും മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ പുറത്തേക്ക് വരാം. ഖുറാൻ, ബൈബിള്, വേദാസ്, ജൂയിഷ് ടെക്സ്റ്റുകൾ, ഗ്രീക്ക് ടെക്സ്റ്റുകൾ, അനുനാക്കി ഇവയിൽ ഒളിച്ചിരിക്കുന്ന സയന്റിഫിക് റെഫറൻസിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ ഈ ചെറിയ ലൈഫിൽ ഇവയെ പറ്റിയിട്ട് ഞാൻ മാക്സിമം സ്റ്റഡി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ സിമിലർ ആണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 3 വീഡിയോസ് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ശരിക്കും ഈ ഒരു വീഡിയോ. ഒരുപാട് വർഷങ്ങൾ, അതായത് 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകത്തിൽ ഇതേപോലെ ഖുറാൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വേദിക് ടെക്സ്റ്റുകളുണ്ട്. ഈ ടെക്സ്റ്റുകളൊക്കെ ആക്സസ് ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പൊ ഖുറാൻ ആണെങ്കിൽ മുസ്ലിംസിനായിരിക്കും, ബൈബിൾ ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് ആയിരിക്കും. അങ്ങനെ ഇവയിൽ കൊടുത്തിരിക്കുന്ന അറിവുകളും കാര്യങ്ങളൊക്കെ വേറൊരു കമ്മ്യൂണിറ്റിക്ക് അറിയാൻ യാതൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ ഈ ടെക്സ്റ്റുകളുടെ ഭൂരിഭാഗവും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്സസ് പബ്ലിക്കലി കിട്ടുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള ഏൻഷ്യന്റ് സ്പിരിച്വൽ ടെക്സ്റ്റുകളിലെല്ലാം പിരമിഡ്സിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേർപ്പസ് എന്താണെന്ന് പറയുന്നുണ്ട്, അത് പണി തീർക്കാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പിരമിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലത്തെ എനർജീനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ടാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ, എന്റെ മുമ്പത്തെ വീഡിയോയിലും തെളിവോടുകൂടി ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്ന കാര്യമാണ് പിരമിഡ്സ് പണി തീർത്തത് മനുഷ്യര് മാത്രമല്ല, മനുഷ്യരുടെ കൂടെ തന്നെ വേറെ അതർ വേൾഡ്ലി ബീയിങ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവരുടെ ഒരു സഹായത്തോടെയോ എന്തോ അവരുടെ ഇൻഫ്ലുവൻസും കൊണ്ട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജൈഗാന്റിക് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ പണി തീർത്തേക്കുന്നത് എന്ന് പറയുന്നു. ഈ 2 പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ മൊബൈലിലേക്ക് എടുത്തു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അടുത്ത പോയിന്റിലാണ് ഏറ്റവും വലിയ കുഴപ്പമുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കാം. പിരമിഡ്സിന്റെ യഥാർത്ഥ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു വോൾട്ട് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഏൻഷ്യന്റ് ആയിട്ടുള്ള നോളജും അറിവുകളും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു സ്ഥലമായിട്ടാണ് പിരമിഡ്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതും ഈ വർഷം മാർച്ച് പകുതിയോടെ ആയപ്പോൾ പുറത്തുവിട്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന പോലെ കാഫറെ പിരമിഡിന്റെ അത് 5 ഐഡന്റിക്കൽ സ്ട്രക്ചേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു വീട് പോലത്തെ ഒരു സ്ട്രക്ചർ, അതായത് ഗ്രേറ്റ് പിരമിഡ്സിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു കിങ്സ് ചേംബറിന്റെ അടുത്ത് കണ്ടുവരുന്ന ആ ഒരു സ്ട്രക്ചറിനോട് വളരെ സിമിലർ ആയിട്ടുള്ള 5 സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന് നേരെ താഴെ 648ഓളം മീറ്റർ ഡെപ്ത് ഉള്ള 8 പില്ലേഴ്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ താഴെയാണെങ്കിൽ 80 മീറ്റർ ക്യൂബ് വോളിയം ഉള്ള 2 ക്യൂബോയിഡൽ സ്ട്രക്ചേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് സൈഡിലാണെങ്കിൽ 2 കിലോമീറ്ററോളം വലുപ്പമുള്ള ഒരു വലിയൊരു വോയിഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് എംപ്റ്റി സ്പേസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഏൻഷ്യന്റ് ടെക്സ്റ്റുകളൊക്കെ പറയുന്ന പോലെ പിരമിഡ്സ് ഒരു വോൾട്ട് ആണെങ്കിൽ, അതായത് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, അതും റീസെന്റ് ആയിട്ട് കാഫ്രെ പിരമിഡിന്റെ അടിയിൽ കണ്ടുപിടിച്ചേക്കുന്ന ഒരു സ്ട്രക്ചറുമായിട്ട് വളരെയധികം കോറിലേറ്റഡ് ആണ്. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഇത്. പിരമിഡ്സിന്റെ അടിയിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇൻഫാക്ട് ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അതിനെ പറ്റിയിട്ടൊക്കെ അറിയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ അതിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്റെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കവറി കണ്ടുപിടിച്ച സ്ഥിതിക്ക് എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. 14ാമത്തെ സെഞ്ചുറിയിലെ ഒരു അറബ് ഹിസ്റ്റോറിയൻ, അദ്ദേഹത്തിന്റെ പേര് അൽ മക്രീസി എന്നാണ്. ഇദ്ദേഹത്തിന്റെ വർക്കിൽ പിരമിഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയായിരുന്നു. ഞാനിപ്പോ ഒരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആണെന്ന് വിചാരിച്ചു. 2025 എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ ആക്സസ് കിട്ടുന്നേക്കാളും കൂടുതൽ, അതായത് ഈ പറഞ്ഞ ആർട്ടിഫാക്ട്സ് ആയിക്കോട്ടെ, ഏൻഷ്യന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ആയിക്കോട്ടെ, അതിനോടുള്ള എന്റെ ഇപ്പോഴത്തെ ആക്സസിനെക്കാട്ട് കൂടുതൽ ആക്സസ് ഈ 14ാമത്തെ സെഞ്ചുറി, അതായത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് കിട്ടും. അപ്പോൾ അവരുടെ വർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കില്ല. അതായത് ഇപ്പൊ കവറപ്പ് ഉണ്ടാവില്ല, ഈ പറഞ്ഞ സംഭവം പൊളിച്ചു വെക്കുന്നുണ്ടാവില്ല, ആക്സസ് കൊടുക്കാത്ത സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് നമുക്കൊരു കാര്യത്തെ പറ്റി റിസർച്ച് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആക്സസ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നത് പിരമിഡ്സ് പണിതത് ശരിക്കും ഈജിപ്ഷ്യൻ ഫാറോസ് അല്ല, അവർക്ക് മുമ്പേ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഒരു രാജാവാണ് ശരിക്കും പിരമിഡ്സ് പണി തീർത്തതെന്നാണ് പറയുന്നത്. അത് ഇദ്ദേഹത്തിന്റെ വർക്ക് അനുസരിച്ച് ഈ രാജാവിന്റെ പേര് കിങ് സുരിദ് എന്നാണ്. അങ്ങനെ ഈ രാജാവിന് പെട്ടെന്ന് ഒരു ഉൾവിളിയിട്ട് ഒരു വിഷൻ കിട്ടി. അതായത് നമ്മുടെ ലോകം നശിക്കാൻ പോവുകയാണ്, എന്തോ വളരെ അപകടമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ലോകത്ത് നടക്കാൻ പോവുകയാണ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം പുള്ളിക്ക് ഒരു വിഷൻ പോലെ കിട്ടി. ഈ ഒരു ദുരന്തം നമ്മുടെ ലോകത്ത് സംഭവിക്കുകയാണെങ്കിൽ അത്ര കാലം മനുഷ്യരുണ്ടാക്കി വെച്ച അറിവുകളും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇല്ലാണ്ടായി പോകുന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി.
അപ്പോ ഈ അറിവുകളും കാര്യങ്ങളെല്ലാം വെൽ പ്രിസർവ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ജൈഗാന്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെ പണി തീർത്തു. ഈ സ്ട്രക്ചർ നമ്മുടെ ഭൂമിയുമായിട്ട് വളരെയധികം കോറിലേറ്റഡ് ആണ്. അതായത് നമ്മുടെ ഭൂമിയിലത്തെ ഷേപ്പും കാര്യങ്ങളെല്ലാം ശരിക്കും എൻകോഡ് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇദ്ദേഹം പണി തീർക്കാൻ നോക്കിയത്. അങ്ങനെ ഈ പേർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി പണി തീർത്ത ഒരു സ്ട്രക്ചറാണ് പിരമിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏൻഷ്യന്റ് ആയിട്ടുള്ള അഡ്വാൻസ് നോളജും കാര്യങ്ങളെല്ലാം ശരിക്കും പ്രിസർവ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച കാഫ്രെ പിരമിഡിന്റെ അടിയിൽ കണ്ടുപിടിച്ച ഒരു പില്ലർ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് നേരെ താഴേക്ക് പോകുന്നത് ഈ പറഞ്ഞ 80 മീറ്റർ ക്യൂബ് വലിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതും ഈ സ്ഥലത്തിന്റെ അടുത്ത് വലിയ 2 കിലോമീറ്റർ വോയിഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരി പോലെയാണ്, അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഏകദേശം കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാൾ പഠിച്ച ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ശരിക്കും റീറൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഏത് ഏൻഷ്യൻ ടെക്സ്റ്റുകൾ, അതായത് ഇപ്പൊ ഖുറാൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, അനുനാക്കി ആയിക്കോട്ടെ, ജൂഷ് ഏത് സംഭവങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും അതിന്റെ അകത്ത് ഗ്രേറ്റ് ഫ്ലഡിനെ പറ്റി പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഒരു 11,500 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഐസ് ഏജിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അത് പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോൾ നമ്മുടെ ലോകത്ത് വലിയൊരു ഫ്ലഡ് വരുന്നതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ ഒരുപാട് എവിഡൻസോടെ പിരമിഡ്സ് ഈ പറയുന്ന പോലെ ഫാരോസ് പണിതല്ല, ഈജിപ്ഷ്യൻസ് പണിതല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഈജിപ്ഷ്യൻസിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സ്ട്രക്ചർ ആണെന്നൊക്കെയാണ് ശരിക്കും ഞാൻ ആ വീഡിയോയിൽ പ്രൂവ് ചെയ്യുന്നത്. എന്നാൽ ഈ അറബ് ഹിസ്റ്റോറിയന്റെ ഈ ഒരു വർക്കിന്റെ അകത്തും അതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. 14ാമത്തെ സെഞ്ചുറിയിൽ ഇപ്പൊ നമ്മുടെ കൈവശമുള്ള സാറ്റലൈറ്റ് അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോളാർ ഫ്ലെയർ വരുന്നുണ്ടോ, ഐസ് ഏജിനെ പറ്റിയിട്ടുള്ള അറിവോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരിക്കലും ഇദ്ദേഹത്തിന് അവെയർ ആവാനുള്ള സാധ്യത ഞാനിവിടെ കാണുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ അകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഏൻഷ്യൻ ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു 98% കാര്യങ്ങളൊക്കെ ഫിക്ഷനും കാര്യങ്ങളൊക്കെയാണ് വിചാരിക്കുക, അത് കഥകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചോ. അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 2% കാര്യങ്ങൾ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവാനാണ് സാധ്യത. അതും ഇദ്ദേഹം പറയുന്ന പോലെ ഈ പിരമിഡ് പണി തീർത്ത ഒരു രാജാവില്ലേ, ആ രാജാവ് ഈ പിരമിഡ് പണി തീർത്തത് അതർ വേൾഡ്ലി എക്സിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമി എന്നല്ലാണ്ട് വേറൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഒരു പവറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പണി തീർത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കഥ ബൈബിളിൽ ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ഓഫ് ജെനസിസിന്റെ അകത്ത് നെഫലിസത്തിനെ പറ്റി പറയുന്നുണ്ട്. അത് വലിയ അമാനുഷികമായിട്ടുള്ള വലിയ ജയൻസ് ആണ് ശരിക്കും നെഫലിൻസ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ നെഫലിൻസ് എന്ന് പറയുന്നത് മനുഷ്യരും ഏഞ്ചൽസും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവർക്ക് വളരെ അമാനുഷികമായിട്ടുള്ള കഴിവുകളുണ്ട്, വളരെയധികം ഉയരം കൂടിയ ഒരു ക്രീച്ചേഴ്സ് ആയിട്ടാണ് ശരിക്കും നെഫലിസത്തിന്റെ ഒക്കെ പറയുന്നത്. ഈ കഥ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അനുനാക്കിയുടെ അകത്തും ഇതേപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ് പറയുന്നത്. അനുനാക്കി ടെക്സ്റ്റുകൾ അനുസരിച്ച് നിബ്രു എന്ന് പേരുള്ള പ്ലാനറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് ശരിക്കും അനുനാക്കി എന്ന് പറയുന്നത്. അവർ ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ പൂർവികരുടെ DNA അവരുടെ DNA നമ്മൾ മിക്സ് ചെയ്തിട്ട് അദാമു എന്ന് പേരുള്ള ആദ്യത്തെ മനുഷ്യ ജന്മത്തെ സൃഷ്ടിച്ചെടുത്തു എന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ലോകത്തുള്ള പല ഏൻഷ്യൻ ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറീസും ടെയിൽസ് ഒക്കെ വളരെ സിമിലർ ആണ്. എല്ലാത്തിന്റെ അവസാനം ഒരു ഫ്ലഡ് ആണുള്ളത്. ഈ ഫ്ലഡ് കാരണം നമ്മുടെ ലോകത്തുള്ള മനുഷ്യരെല്ലാം നശിച്ചു പോവുകയും പറക്കാൻ കഴിയുന്ന ഈ ദൈവങ്ങൾ പറന്നുയർന്നു പോവുകയും ചെയ്തു എന്നൊക്കെയാണ് ഇതിനകത്തൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ ടെക്സ്റ്റുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ സ്യൂഡോ സയൻസോ കോൺസ്പിറസി തിയറീസോ ഒന്നുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ സയൻസ് പേഴ്സൺ ആണ്. സയൻസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വളരെയധികം ക്യൂരിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓരോരോ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഏൻഷ്യൻ ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന വളരെ ഫിക്ഷൻ ആയിട്ട് തോന്നിക്കുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് റീസെന്റ് ഡിസ്കവറിയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടുമിക്ക ഏൻഷ്യൻ ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ കണക്ഷൻ, അതായത് പറക്കുന്ന ദൈവങ്ങൾ, ആകാശത്ത് നിന്ന് വന്നിറങ്ങുന്ന ദൈവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ദൈവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഏലിയൻസ് ആവാനുള്ള സാധ്യത, അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻസ് ആവാനുള്ള സാധ്യത ഞാൻ വളരെ അധികമായിട്ട് കാണുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതൊക്കെ ശരിക്കും വായിക്കുന്നതായിരിക്കും. അതല്ലാണ്ട് ഇതിനൊക്കെ വേറെ എന്ത് ഉത്തരമാണ് നമുക്ക് തരാൻ കഴിയുന്നത്? പിരമിഡ്സ് ആണെങ്കിൽ വളരെയധികം സയന്റിഫിക്കലി റെലവെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അത് ഇതിന്റെ സ്കെയിലും മാസീവ്നെസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഏൻഷ്യൻ സിവിലൈസേഷന് സാധിക്കുന്നത്? ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് അവർക്ക് നീക്കാൻ പറ്റുന്നത്? ഇത്ര ജൈഗാന്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ, ഇത്ര പ്രിസിഷനോടെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാനിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ,
അതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഒരുപാട് വർഷങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത് ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യാനും ഈ പറയുന്ന ക്ലെയിംസിനൊക്കെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും. പിരമിഡ്സിനടിയിൽ കണ്ടുപിടിച്ചേക്കുന്ന ഒരു ജൈഗാനിക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഏകദേശം 3 മണിക്കൂറും 57 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു കോൺഫറൻസ്, അതും ഇറ്റാലിയൻ ഭാഷയിൽ, അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ വിയേർഡ് ആയിട്ടാണ് ശരിക്കും അതൊക്കെ തോന്നിയത്. അതിനൊക്കെ പറ്റി ഫ്യൂച്ചർ വീഡിയോസ് ഞാൻ എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ആരെങ്കിലും മലയാളത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് അത് ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന എന്റെ ഒരു റിസർച്ച്, ദൈവത്തിന്റെ ഒറിജിൻ എന്താണ്, അതിന്റെ പുറകെയാണ് ശരിക്കും ഞാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന 10-15 മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എന്റെ റിസർച്ചിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും. ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിയറി ഉണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിഡന്റലി ഡിസ്കവർ ചെയ്യപ്പെട്ട ഒരു പിരമിഡിനെ പറ്റിയായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണണം, കണ്ടേ പറ്റൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.